മാറ്റം എന്ന് പറഞ്ഞതേ പെരുമ്പാവൂർ ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നട്ടെ. നമ്മുടെ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയിലേക്കാണ് ഞാൻ ഈ പോണത് കേട്ടോ. അവിടെ ഒരു ഞായറാഴ്ച ദിവസങ്ങളിൽ വന്നവർക്ക് അറിയാൻ പറ്റും അവിടുത്തെ ആ ഒരു ക്രൗഡും തിരക്കും ഭായിമാരെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ആ റോട്ടിൽ കൂടെ പോകാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷേ കുറ്റം പറയാനില്ല, എന്നാലും പറയുന്നു അവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ഞായറാഴ്ച ദിവസം ഞാൻ അതിൽ പോയപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. ഇതിനു വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഒരുപാട് പേരുടെ പേരിൽ കേസ് വരെ ആയിട്ടുണ്ട്, അകത്ത് കിടക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കണ്ടന്തറ മുടിക്കൽ ആ ഭാഗത്തുള്ളവർ ഭയങ്കരമായിട്ട് ബായ് കോളനി ആ ഒരു ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് ചെക്കിങ് ആണ്, ഭയങ്കരമായിട്ട് അവർ രാവ് പകലില്ലാണ്ട് നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഈ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയാണ്. ഈ ഏരിയയിൽ ഞായറാഴ്ച വന്നവർക്ക് അറിയാൻ പറ്റും ഇവിടെ കിട്ടാത്തതായിട്ട് എല്ലാം ഉണ്ട്. എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്കിയാൽ, നല്ല ക്ലീനപ്പായിട്ടുള്ള ഒരു ഏരിയയും നല്ലൊരു ഐശ്വര്യമായിട്ട് ഇപ്പോൾ കിടക്കുമ്പോൾ എന്തൊരു രസമുണ്ട് കാണാൻ. എന്താണെങ്കിലും ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ട കാര്യമാണ്. ഇത് മുന്നോട്ട് തുടരുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു സമയത്ത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ വീണ്ടും റീഓപ്പൺ ആയ പോലെ ഇരിക്കും. അവിടെ ഭായിമാരെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഈ ഭായിമാരെല്ലാവരെയും കുറ്റം പറയാനുമില്ല. പക്ഷേ ഭായിമാർ പെരുമ്പാവൂരില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള മേഖലകൾ മൊത്തം സ്തംഭിച്ച് പോകും. കാരണം പണിക്കാരും അതേപോലെ തന്നെ ഈ പ്ലൈവുഡ് കമ്പനികളിലും തടി കമ്പനികളിലൊക്കെ വേണ്ടത് ഭായിമാർ തന്നെയാണ്. അതിന് നല്ലതുണ്ട്, ചീത്തയുണ്ട്. ഈ ചീത്തയാണ് ഇത്രയും ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത്. എന്താണെങ്കിലും ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി.